ഹായ് മക്കളെ, 5ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റിലെ അവസാനത്തെ 3ാമത്തെ പാഠഭാഗമായിട്ടുള്ള ഡെയ്സി ചെടി എന്ന പാഠഭാഗമാണ്. അപ്പോൾ ഈ പാഠഭാഗവും ഇതിലെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബാക്കി ഇതിൻ്റെ മുന്നേയുള്ള പാഠഭാഗങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണാം. നമുക്ക് കിളിയും പൂവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥ വായിക്കാം. അപ്പോൾ ഇവിടെ കിളിയും പൂവും തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ കഥയാണ് പറയുന്നത്. ഡെയ്സി ചെടി എന്നതാണ് പാഠഭാഗത്തിൻ്റെ പേര്. നാട്ടിൻപുറത്ത് പാതയോരത്തുള്ള ആ സുന്ദരമായ വീടിന് മുന്നിൽ ഒരു പൂന്തോട്ടമുണ്ട്. ചുറ്റും വേലുകെട്ടി ഭംഗിയാക്കിയിരിക്കുന്നു. ഒരു കുഴിയുടെ വക്കത്ത് പച്ചപ്പുല്ലുകൾക്കിടയിലായി ഒരു ഡെയ്സി ചെടി ഉണ്ടായിരുന്നു. നല്ല സൂര്യപ്രകാശം കിട്ടുന്നത് കൊണ്ട് അത് നന്നായി വളർന്നു വന്നു. ഒരു പ്രഭാതത്തിൽ അതിലൊരു പൂവിടർന്നു. നടുക്ക് മഞ്ഞ നിറവും ചുറ്റും വെള്ള നിറവുമുള്ള പൂവ്. പുല്ലിനടിയിൽ തന്നെ ആരും കാണുന്നില്ലല്ലോ എന്ന് ഡെയ്സി ചിന്തിച്ചില്ല. സംതൃപ്തിയോടെ അവൾ സൂര്യന് അഭിമുഖം നിന്നു. അന്തരീക്ഷത്തിൽ ഉയർന്ന വാനമ്പാടിയുടെ സംഗീതം കേട്ട് രസിക്കുകയും ചെയ്തു. പൂ വിചാരിച്ചു, എനിക്ക് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട്. സൂര്യൻ എൻ്റെ മേൽ പ്രകാശം ചൊരിയുന്നു. കാറ്റ് എനിക്ക് ഉമ്മ തരുന്നു. ഞാൻ എത്രമാത്രം അനുഗ്രഹീതയാണ്. തോട്ടത്തിൽ പല ചെടികളും അഹന്തയോടെ തല ഉയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. സുഗന്ധം കുറഞ്ഞവയ്ക്ക് ആർഭാടം കൂടുതലാണ്. നിറമുള്ളവയും വലിപ്പമുള്ളവയും തമ്മിൽ മത്സരിച്ച് ശ്രദ്ധിക്കപ്പെടാൻ തല ഉയർത്തി നിൽക്കുന്നു. വേലിക്ക് സമീപമുള്ള ഡെയ്സിയെ ആരും ശ്രദ്ധിച്ചില്ല. ഒരു വാനമ്പാടി ശബ്ദിച്ചുകൊണ്ട് താഴെ ഇറങ്ങി. അത് പറന്നു വന്നത് ഡെയ്സിയുടെ അടുത്തുള്ള പുല്ലിലേക്കാണ്. വാനമ്പാടി ചുറ്റും പാടിക്കൊണ്ട് നൃത്തം ചെയ്തു. എന്നിട്ട് സ്വയം പറഞ്ഞു, എന്ത് മാർദ്ദവമുള്ള പുല്ല്! സ്വർണ്ണ ഹൃദയവും വെള്ളയുടുപ്പുമുള്ള എത്ര മനോഹരമായ കൊച്ചുപൂവ്! ഡെയ്സിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പക്ഷി പൂവിന് ഉമ്മ കൊടുത്തു, പാട്ടുപാടി. എന്നിട്ട് നീലാകാശത്തിലേക്ക് പറന്നുയർന്നു. പാതി നാണത്തോടും നിറഞ്ഞ സന്തോഷത്തോടും കൂടി അവൾ തോട്ടത്തിലെ മറ്റു പൂക്കളെ നോക്കി. മറ്റു പൂക്കളുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. ചിലർ അസൂയ കൊണ്ട് മുഖം തിരിച്ചു. ഒരു കൊച്ചു പൂവായതിലും പുല്ലുകൾക്കിടയിൽ വളരാൻ കഴിഞ്ഞതിലും ഡെയ്സിക്ക് സന്തോഷം തോന്നി. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൾ ഇതളുകൾ മടക്കി ഉറക്കമായി. രാത്രി മുഴുവൻ അവൾ സൂര്യനെയും വാനമ്പാടിയെയും സ്വപ്നം കണ്ടു. പിറ്റേന്ന് പ്രഭാതത്തിൽ വാനമ്പാടിയുടെ ശബ്ദം കേട്ടു വീണ്ടും. പക്ഷേ അതിൻ്റെ പാട്ട് തികച്ചും ദുഃഖപൂർണമായിരുന്നു. അതിന് കാരണമുണ്ടായിരുന്നു. ആ വാനമ്പാടിയെ ഒരാൾ പിടിച്ചു കൂട്ടിലാക്കി. സ്വതന്ത്രവും ആഹ്ലാദകരവുമായ സഞ്ചാരത്തെക്കുറിച്ചും പച്ചവയലിലെ ധാന്യമണികളെക്കുറിച്ചും ഓർത്ത് പക്ഷി വിലപിച്ചു. ആകാശത്തിൽ ഉയർന്നു പറക്കാൻ കഴിയാതെ ആ പാവം ഇടുങ്ങിയ കൂട്ടിൽ തടവുകാരനായി. ഡെയ്സി ചെടി പരിസരത്തിൻ്റെ സൗന്ദര്യമൊക്കെ മറന്നു. സൂര്യൻ്റെ ഇളം ചൂടും തൻ്റെ ഇതളുകളുടെ ഭംഗിയും മറന്നു. തടവിലാക്കപ്പെട്ട പക്ഷിയെക്കുറിച്ച് മാത്രമായി ചിന്ത. തനിക്ക് അതിനെ രക്ഷപ്പെടുത്താൻ കഴിവില്ലല്ലോ എന്നും അവൾക്ക് തോന്നി. ആ സമയം 2 ആൺകുട്ടികൾ അവിടെ എത്തി. അവർ ഡെയ്സിക്ക് ചുറ്റും ആഴത്തിൽ മണ്ണ് വെട്ടിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ പുൽത്തകിടിയോടൊപ്പം ഡെയ്സി കിളിയുടെ കൂട്ടിലെത്തി. കൂട്ടിലെ കിളി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തെ പറ്റി ഓർത്തു കരഞ്ഞ് ഇരുമ്പഴികളിൽ ചിറകിട്ടടിച്ചു. കൊച്ചു പൂവിനാകട്ടെ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ആശ്വസിപ്പിച്ച് ഒരു വാക്ക് പറയാൻ പറ്റിയതുമില്ല. രാവിലെ മുഴുവൻ അങ്ങനെ കഴിഞ്ഞു. ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല. വാനമ്പാടി കരഞ്ഞു പറഞ്ഞു. ആശ്വാസത്തിന് തണുത്ത പുല്ലിൽ കിളി ചുണ്ടമർത്തി. എന്നിട്ട് ഡെയ്സിയുടെ നേരെ നോക്കി തല കുനിച്ചു പറഞ്ഞു, പാവം പൂവ്, നീയും ഇവിടെ കിടന്ന് കരിഞ്ഞു പോകുമല്ലോ. എനിക്കുണ്ടായിരുന്ന വലിയ ലോകത്തിനു പകരം നിന്നെയും ഈ പുൽത്തകിടിയെയും അവർ എനിക്ക് തന്നു. ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ്. ഇതിൻ്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ്. കഷ്ടം, എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വില ഞാൻ ഇപ്പോൾ അറിയുന്നു. എനിക്ക് ഈ പക്ഷിയെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ഡെയ്സി വിചാരിച്ചു. വൈകുന്നേരമായി. എന്നിട്ടും ഒരു തുള്ളി വെള്ളം പോലും കിളിക്ക് കൊടുക്കാൻ ആരും എത്തിയില്ല. ചിറകുകൾ വിടർത്തി അത് ഭ്രാന്തമായി പിഴഞ്ഞു. അതിൻ്റെ പാട്ട് വിലാപമായി മാറി. തല പൂവിനു നേരെ ചാഞ്ഞു. ദാഹം കൊണ്ടും മോഹം കൊണ്ടും അതിൻ്റെ ഹൃദയം പൊട്ടിയിരുന്നു. ഡെയ്സിക്ക് തലേന്നത്തെ രാത്രി പോലെ ഇതളുകൾ മടക്കി ഉറങ്ങാൻ പറ്റിയില്ല. 2 കുട്ടികൾ പിറ്റേന്ന് പ്രഭാതത്തിലാണ് എത്തിയത്. മരിച്ചു കിടക്കുന്ന കിളിയെ നോക്കി അവർ വിലപിച്ചു. ഒരു ശവക്കുഴി ഉണ്ടാക്കി അത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. ഒരു ചുവന്ന പെട്ടിയിൽ പക്ഷിയുടെ ശരീരം വെച്ച് ശവസംസ്കാരം നടത്തി. പുൽത്തട്ട് ഡെയ്സി ചെടിയോടൊപ്പം അവർ നിരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷിയെ സ്നേഹിക്കുകയും സ്വാന്തനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത പാവം പൂവിനെ കുറിച്ച് ആരും ഓർത്തില്ല. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഡെയ്സി ചെടിയും വാനമ്പാടിയും അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട കഥയാണ് ഇവിടെ പറയുന്നത്, അല്ലേ? അപ്പോൾ ഏതൊരു ജീവിക്കും ആയിക്കോട്ടെ അതിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ അതാണ് ഇവിടെ ഇല്ലാതാക്കിയിരിക്കുന്നത്. ഇതൊരു ആൻഡേഴ്സൺ കഥകളാണ്. ഇത് വിവർത്തനം ചെയ്തിട്ടുള്ളത് എ വിജയനാണ്. ഇനി നമുക്ക് നേരെ ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം.
കഥയോടൊപ്പം കഥ ഒന്നോ രണ്ടോ തവണ മൗനമായി വായിക്കൂ, പല ഭാഗങ്ങളായി വായിച്ച് അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കൂട്ടുകാർ ജസ്റ്റ് ക്ലാസ്സിൽ ചെയ്തു നോക്കാം. അടുത്തത് വരികൾക്കിടയിൽ എന്നുള്ളതാണ്. ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ്, നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ്. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ഏതു സന്ദർഭത്തിൽ? ഈ വാക്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്തെല്ലാം? എഴുതി നോക്കൂ. ഇത്തരം വാക്യങ്ങൾ ഈ പാഠത്തിൽ ഇനിയുമുണ്ട്, കണ്ടെത്തി അവയെക്കുറിച്ചും എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് കൂട്ടുകാരെ ഇവിടെ പറയുന്നത്? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കൂട്ടിൽ തടവിലാക്കപ്പെട്ട വാനമ്പാടിയാണ് ഇപ്രകാരം പറഞ്ഞത്. വാനമ്പാടിയുടെ അടുത്തുണ്ടായിരുന്ന ഡെയ്സി പൂവിനോടാണ് ഇങ്ങനെ പറഞ്ഞത്. സ്വതന്ത്രമായി പറന്നു നടന്നിരുന്ന വാനമ്പാടി കൂട്ടിനകത്ത് അകപ്പെട്ടതോടെ പുറത്തെ വിശാലമായ ലോകവും സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു. പകരം പുൽത്തകിടിയോടൊപ്പം കൂട്ടിലെത്തിയ ഡെയ്സി ചെടിയും പൂവും മാത്രമായി കൂട്ടിന്. ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ്, നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ്. എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ വില ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് വാനമ്പാടി ഡെയ്സി ചെടിയോട് പറയുന്നു. തനിക്കിനി ഒരിക്കലും പഴയതുപോലെ ആകാശത്ത് സ്വതന്ത്രമായി പറക്കാനാവില്ലെന്നും ആഹ്ലാദത്തോടെ പാട്ടുപാടാനാവില്ലെന്നും മനസ്സിലാക്കിയ വാനമ്പാടി ഈ വാക്കുകളിലൂടെ സ്വയം ആശ്വാസം കണ്ടെത്തുന്നു. അപ്പൊ ഇതാണ് ഈ വരികളിൽ പറയുന്ന കാര്യം. അതിന്റെ സന്ദർഭവും ഇത് തന്നെയാണ്. അടുത്തത് പ്രകൃതി പാഠങ്ങളാണ്. മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രകൃതിയുടെ സൗന്ദര്യമാണ്. കാട്ടിലെ മഴ എന്ന അനുഭവക്കുറിപ്പിലൂടെ മഴയുടെ സൗന്ദര്യവും ഡെയ്സി ചെടി എന്ന പാഠത്തിൽ പരസ്പര സ്നേഹത്തിന്റെ മനോഹരമായ ആവിഷ്കാരവും കാണാം. ഈ 3 പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കി പ്രകൃതി പാഠങ്ങൾ എന്ന ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ച 3 പാഠഭാഗങ്ങളാണ് ഒന്നാമത്തെ, രണ്ടാമത്തെയും മൂന്നാമത്തെയും പാഠഭാഗങ്ങൾ അല്ലേ. ഈ യൂണിറ്റിലുള്ള 3 പാഠഭാഗങ്ങളും. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ പറയുന്നത് എന്നും എന്തൊക്കെയാണ് ഇതിലെ ആശയങ്ങൾ എന്നുമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ കുറച്ച് വലിയ ആൻസർ ആയിരിക്കും, കൂട്ടുകാർക്ക് ആവശ്യമുള്ളത് മാത്രം എഴുതിയാലും മതി. എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അടിസ്ഥാനമായിട്ടുള്ളതാണ് പ്രകൃതി. പൂക്കളും ചെടികളും കിളികളും മരങ്ങളും മലയും മണ്ണും കാറ്റും നിലാവും എല്ലാം ചേർന്നൊരുക്കുന്നതാണ് പ്രകൃതി പാഠങ്ങൾ ഓരോന്നും. പ്രകൃതിയും മനുഷ്യരും മറ്റു ജീവജാലങ്ങളും ഒന്നു ചേർന്ന് നിൽക്കുമ്പോഴാണ് ഭൂമി മനോഹരമാകുന്നതെന്ന പാഠമാണ് പി മധുസൂദനന്റെ മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിലും ഈ സോമനാഥിന്റെ കാട്ടിലെ മഴ എന്ന കുറിപ്പിലും ഡെയ്സി ചെടി എന്ന ആൻഡേഴ്സൺ കഥയിലും ഉള്ളത്. മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിൽ മണ്ണിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായ പലതരം പൂക്കളെ കുറിച്ചാണ് കവി പറയുന്നത്. ഓരോ പൂക്കൾക്കും നിറവും ആകൃതിയും മണവും നൽകുന്നത് പ്രകൃതി തന്നെയാണ്. മക്കളെ കുറിച്ച് മണ്ണ് കിനാവ് കാണുന്നു. ആരിലും സന്തോഷവും പ്രതീക്ഷയും സ്നേഹവും നിറക്കാൻ പൂക്കൾക്ക് കഴിയും. വേനൽ മഴയുടെ ഭംഗിയെയും അത് പ്രകൃതിയിലുണ്ടാക്കുന്ന മാറ്റത്തെയും സൂക്ഷ്മമായി അവതരിപ്പിക്കുന്ന കുറിപ്പാണ് കാട്ടിലെ മഴ. കടുത്ത വേനലിൽ വറ്റിവരണ്ട പുഴകൾക്കും ചുട്ടുപൊള്ളുന്ന കുന്നുകൾക്കും വെയിലേറ്റ് കരിഞ്ഞുപോയ കാടുകൾക്കും മുകളിൽ പെയ്തിറങ്ങുന്ന പുതുമഴ പ്രകൃതിക്ക് പുതുജീവൻ നൽകുന്നു. മഴയോടെ കാടിനും പുഴക്കും അവയുടെ ശബ്ദങ്ങൾ തിരിച്ചുകിട്ടി. വറ്റിവരണ്ട പുഴക്ക് ജീവൻ വെച്ചു. കരിഞ്ഞുണങ്ങിയ കുന്നിൻ പുറങ്ങളിൽ പുൽനാമ്പ് കിളിർത്തു. നഷ്ടപ്പെട്ടു പോയ കാടിന്റെ യൗവനത്തെ, ഭംഗിയെ, ജീവനെ വേനൽ മഴ എങ്ങനെ തിരികെ കൊണ്ടുവരുന്നു എന്ന് ഈ കുറിപ്പ് നമ്മോട് പറയുന്നു. വാനമ്പാടിയും പൂവും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥയാണ് ഡെയ്സി ചെടി. സ്വതന്ത്രമായി പാറി നടന്ന് വാനമ്പാടിയെ ചിലർ പിടികൂടി തടവിലാക്കുന്നു. കൂട്ടിൽ കിടന്ന് വിലപിക്കുന്ന വാനമ്പാടിയെ ആശ്വസിപ്പിക്കാൻ പോലുമാവാതെ ഡെയ്സി ചെടി നിസ്സഹായിയായി നിൽക്കുന്നു. ഒടുവിൽ വാനമ്പാടിയോടൊപ്പം ഡെയ്സി ചെടിയും വാടിക്കൊഴിഞ്ഞ് ഇല്ലാതാകുന്നു. പ്രകൃതിയിൽ ഉള്ള ഓരോ ജീവിക്കും സ്വാതന്ത്ര്യം എന്നത് എത്ര വിലപ്പെട്ടതാണെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് നമ്മൾ ഓരോ കഥയിലെയും കാര്യം പറഞ്ഞു. ഇനി ഈ 3 പാഠഭാഗങ്ങളിലും ഉള്ളത് എന്താണെന്ന് പറയാം. ഈ 3 പാഠഭാഗങ്ങളും പ്രകൃതിയുടെ 3 വ്യത്യസ്തമായ മുഖങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പരസ്പര സ്നേഹത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, സംരക്ഷണത്തിന്റെ, കരുതലിന്റെ പാഠങ്ങളാണ് ഇവ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ പ്രകൃതി വളരെ സുന്ദരവും അമൂല്യവുമാണ്. ആ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. പ്രകൃതിയിലുള്ള ഓരോ ജീവികൾക്കും അവരുടേതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിനെയും നാം നശിപ്പിക്കരുത്. പ്രകൃതിയുടെ നാശം നമ്മുടെയും നാശത്തിന് കാരണമാകും. നമ്മെ പോലെ തന്നെ പ്രകൃതിയിലെ ഓരോന്നിനും അവരുടേതായ സ്വാതന്ത്ര്യവുമുണ്ട്. ആ സ്വാതന്ത്ര്യം നാം ഇല്ലാതാക്കരുത്. പ്രകൃതിയിലെ ഒന്നിനെയും വില കുറച്ച് കാണാതെ അവയെ സംരക്ഷിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 3 പാഠഭാഗത്തും എന്താണോ പറയുന്നത് എന്നും 3 പാഠഭാഗവും കൂടെ ഒന്ന് അനലൈസ് ചെയ്ത് എഴുതുകയും വേണം.
ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ യൂണിറ്റിൽ പഠിച്ച പദപരിചയമാണ് തന്നിട്ടുള്ളത്. അതിദ്രുതം എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ എന്നതാണ്. അനുഗ്രഹീത അനുഗ്രഹം ലഭിച്ചവളാണ്. അഭിമുഖം മുഖത്തിനു നേരെ. അറുത്തെടുക്കുക മുറിച്ചെടുക്കുക. അഹന്ത എന്ന് പറഞ്ഞാൽ അഹങ്കാരം. ആർഭാടം ആഡംബരം. ഇലച്ചാർത്തുകൾ ഇലക്കൂട്ടങ്ങളാണ്. ഒളിയിടം ഒളിച്ചിരിക്കാനുള്ള സ്ഥലം. ഓമൽ കിനാവ് കൗതുകമുള്ള സ്വപ്നം. കന്നിമഴ ആദ്യ മഴയാണ്. കലപിലാരവം എന്ന് പറഞ്ഞാൽ കലപില ശബ്ദമാണ്. കുരുത്ത എന്ന് പറഞ്ഞാൽ ഉണ്ടായ അല്ലെങ്കിൽ മുളച്ചു വന്ന. ചാർത്തുക എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുക അല്ലെങ്കിൽ അണിയുക. ചെന്താരുകൾ എന്ന് പറഞ്ഞാൽ ചുവന്ന പൂക്കൾ. ചേച്ചി വിതറി അല്ലെങ്കിൽ പരത്തി. തൂമ ഭംഗി വെളുപ്പ്. നീർക്കണം എന്ന് പറഞ്ഞാൽ വെള്ളത്തുള്ളി. നുകർന്ന പറഞ്ഞാൽ ആസ്വദിച്ച. നെടുവീർപ്പ് നീണ്ട ശ്വാസം വിടല്. പകിട്ട് എന്ന് പറഞ്ഞാൽ മോടി അല്ലെങ്കിൽ തിളക്കം. പരിഭവം സങ്കടവും പ്രതിഷേധവും ചേർന്ന വികാരം. പാതയോരം വഴിയരികെ. പുൽനാമ്പ് പുല്ലിന്റെ മുള. പ്രതിധ്വനി മാറ്റൊലി. പ്രതിരോധിച്ചു തടഞ്ഞു. ബഹുമതി ബഹുമാനം ആദരവ്. മഴയിരമ്പം മഴയുടെ ശബ്ദം. മാർദ്ദവം മിനുസം. മിഴി കണ്ണ് നേത്രം നയനം. മേട് ഉയർന്ന് നിരപ്പായ സ്ഥലം. രാജമുദ്ര രാജാവിന്റെ മുദ്ര. ഇവിടെ കിരീടം എന്ന അർത്ഥമാണുള്ളത്. ലാളിക്കുക എന്ന് പറഞ്ഞാൽ ഓമനിക്കുക. വാനമ്പാടി മധുരമായി പാടുന്ന ഒരു പക്ഷിയാണ്. വിലാപം കരച്ചില്. സ്വാന്തനം ആശ്വസിപ്പിക്കൽ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഈ യൂണിറ്റിൽ പഠിച്ച വാക്കുകളാണ്. അടുത്ത രണ്ടാമത്തെ യൂണിറ്റ് ആണ് ഒപ്പം ചിരിക്കാം ഓർത്തു ചിരിക്കാം എന്നുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.